2 ദിനവൃത്താന്തം അധ്യായം 30. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലമിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് വരാൻ ഇസ്രായേലിലും യൂദായിലുമുള്ള സകലരോടും ഹെസക്കിയ അഭ്യർത്ഥിച്ചു. എഫ്രായിം, മനാസെ ഗോത്രങ്ങളെ കത്തുമുഖേന പ്രത്യേകമായും ക്ഷണിച്ചു. രാജാവും പ്രഭുക്കന്മാരും ജെറുസലം സമൂഹവും 2-ാം മാസത്തിൽ പെസഹ ആചരിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി. പെസഹ തിരുനാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്തെന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു. മാത്രമല്ല, ജനങ്ങൾ ജെറുസലമിൽ സമ്മേളിച്ചിരുന്നുമില്ല. 2-ാം മാസത്തിൽ പെസഹ ആചരിക്കുക എന്നത് സമൂഹത്തിന് സ്വീകാര്യമായി തോന്നി. ജനം ജെറുസലമിൽ വന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് പെസഹ ആചരിക്കണമെന്ന് ബേർഷബ മുതൽ ദാൻ വരെ ഇസ്രായേലിൽ എങ്ങും വിളംബരം ചെയ്യാൻ അവർ കൽപ്പന നൽകി. അതുവരെ വിധിപ്രകാരം അധികം പേർ അത് ആചരിച്ചിരുന്നില്ല. രാജാവും പ്രഭുക്കന്മാരും തയ്യാറാക്കിയ കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിലും യൂദായിലും ഉടനീളം സഞ്ചരിച്ചു. രാജകൽപ്പന ഇതായിരുന്നു: ഇസ്രായേൽ ജനമേ, അസീറിയ രാജാക്കന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കേണ്ടതിന് നിങ്ങൾ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇസ്രായേലിൻ്റെയും ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിയുവിൻ. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ ആകരുത്. അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്തത കാണിച്ചു. നിങ്ങൾ കാണുന്നത് പോലെ അവിടുന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു. നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാഠ്യക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ. അവിടുത്തെ ഉഗ്രകോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടതിന് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി വിശദീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ. നിങ്ങൾ കർത്താവിങ്കിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളെ തടവുകാരാക്കിയവരുടെ മുമ്പിൽ കരുണ കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും. ദൈവമായ കർത്താവ് കൃപാലുവും കാരുണ്യവാനുമാണ്. നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. എഫ്രായിമിലും മനാസയിലും സെബുലൂൺ വരെ നഗരങ്ങൾ തോറും ദൂതന്മാർ സഞ്ചരിച്ചു. ജനങ്ങളാകട്ടെ അവരെ പുച്ഛിച്ച് കളിയാക്കി. ആഷേർ, മനാസെ, സെബുലൂൺ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് വളരെ കുറച്ചു പേർ മാത്രമേ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി ജെറുസലമിലേക്ക് വന്നുള്ളൂ. കർത്താവിൻ്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റുന്നതിന് യൂദായിലെ ജനങ്ങൾ ഏകമാനസരായി മുന്നോട്ട് വരാൻ ദൈവത്തിൻ്റെ കരം ഇടവരുത്തി. 2-ാം മാസത്തിൽ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുവാൻ ഒരു വലിയ ജനാവലി ജെറുസലമിൽ സമ്മേളിച്ചു. അവർ ജെറുസലമിലുണ്ടായിരുന്ന സകല ബലിപീഠങ്ങളും ധൂപപീഠങ്ങളും തച്ചുടച്ച് കെദ്രോൻ താഴ്വരയിലേക്ക് എറിഞ്ഞുകളഞ്ഞു. 2-ാം മാസം 14-ാം ദിവസം അവർ പെസഹ കുഞ്ഞാടിനെ കൊന്നു. പുരോഹിതന്മാരും ലേവ്യരും ലജ്ജിതരായി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ആലയത്തിൽ ദഹനബലിക്കുള്ള വസ്തുക്കൾ സജ്ജമാക്കി. ദൈവപുരുഷനായ മോശയുടെ നിയമമനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവർ നിന്നു. ലേവ്യർ കൊടുത്ത രക്തമെടുത്ത് പുരോഹിതന്മാർ ബലിപീഠത്തിന്മേൽ തളിച്ചു. സമൂഹത്തിൽ പലരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നില്ല. അതിനാൽ ലേവ്യർ അവർക്ക് വേണ്ടി പെസഹ കുഞ്ഞാടിനെ കൊന്ന് കർത്തൃസന്നിധിയിൽ പവിത്രമാക്കി. വളരെ പേർ, അതിൽ ബഹുഭൂരിപക്ഷവും എഫ്രായിം, മനാസെ, ഇസാക്കർ, സെബുലൂൺ ഗോത്രങ്ങളിൽ നിന്നുള്ളവർ, വിധിപ്രകാരമല്ലാതെ പെസഹ ഭക്ഷിച്ചു. ഹെസക്കിയ അവർക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു: ദേവാലയ നിയമപ്രകാരമുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഓരോരുത്തരോടും നല്ലവനായ കർത്താവ് ക്ഷമിക്കുമാറാകട്ടെ. കർത്താവ് ഹെസക്കിയായുടെ പ്രാർത്ഥന കേട്ടു.
അവിടുന്ന് ജനത്തെ ശിക്ഷിച്ചില്ല. ജെറൂസലേമിൽ സമ്മേളിച്ച ഇസ്രായേൽ ജനം 7 ദിവസം അത്യാഹ്ലാദത്തോടെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആഘോഷിച്ചു. ലേവ്യരും പുരോഹിതന്മാരും നിത്യേന സർവശക്തിയോടും കൂടി കർത്താവിനെ പാടി സ്തുതിച്ചു. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പ്രകടിപ്പിച്ച സാമർത്ഥ്യത്തിന് ഹെസക്കിയ ലേവ്യരെ അഭിനന്ദിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിന് സ്തോത്രവും സമാധാന ബലികളും അർപ്പിച്ച് ജനം 7 ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു. 7 ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു. അത് അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു. യൂദാ രാജാവായ ഹെസക്കിയ അവർക്ക് 1000 കാളകളെയും 7000 ആടുകളെയും കൊടുത്തു. പ്രഭുക്കന്മാർ 1000 കാളകളെയും 10000 ആടുകളെയും, അസംഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. യൂദാ സമൂഹവും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂദായിലും ഇസ്രായേലിലും വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചു. ജെറൂസലമിൽ ആഹ്ലാദം അലതല്ലി. ഇസ്രായേൽ രാജാവായ ദാവീദിന്റെ മകൻ സോളമന്റെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഉത്സവം അവിടെ നടന്നിട്ടില്ല. പുരോഹിതന്മാരും ലേവ്യരും ജനത്തെ ആശീർവദിച്ചു. അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ എത്തി. Chapter 30. Hezekiah sent a message to all Israel and Judah, and even wrote letters to Ephraim and Manasseh, saying that they should come to the house of the Lord in Jerusalem to celebrate the Passover in honor of the Lord, the God of Israel. The king, his princes, and the entire assembly in Jerusalem had agreed to celebrate the Passover during the 2nd month, for they could not celebrate it at the time of the restoration. The priests had not sanctified themselves in sufficient numbers, and the people were not gathered at Jerusalem. When this proposal had been approved by the king and the entire assembly, they issued a decree to be proclaimed throughout all Israel from Beersheba to Dan, that everyone should come to Jerusalem to celebrate the Passover in honor of the Lord, the God of Israel, for not many had kept it in the manner prescribed. Accordingly, the couriers, with the letters written by the king and his princes, traversed all Israel and Judah, and at the king's command they said, Israelites, return to the Lord, the God of Abraham, Isaac, and Israel, that he may return to you, the remnant left from the hands of the Assyrian kings. Be not like your fathers and your brethren, who proved faithless to the Lord, the God of their fathers, so that he delivered them over to desolation, as you yourselves now see. Be not obstinate as your fathers were. Extend your hands to the Lord, and come to his sanctuary, that he has consecrated forever, and serve the Lord your God, that he may turn away his burning anger from you. For when you return to the Lord, your brethren and your children will find mercy with their captors, and return to this land. For merciful and compassionate is the Lord your God, and he will not turn away his face from you if you return to him. So the couriers passed from city to city in the land of Ephraim and Manasseh, and as far as Zebulun, but they were derided and scoffed at. Nevertheless, some from Asher, Manasseh, and Zebulun humbled themselves and came to Jerusalem. In Judah, however, the power of God brought it about that the people were of one mind to carry out the command of the king and the princes in accordance with the word of the Lord. Thus many people gathered in Jerusalem to celebrate the feast of unleavened bread in the 2nd month. It was a very great assembly. They proceeded to take down the altars that were in Jerusalem. Also they removed all the altars of incense and cast them into the Kidron Valley. They slaughtered the Passover on the 14th day of the 2nd month. The priests and Levites, touched with shame, sanctified themselves and brought holocausts into the house of the Lord. They stood in the places prescribed for them according to the law of Moses, the man of God. The priests sprinkled the blood given them by the Levites, for many in the assembly had not sanctified themselves, and the Levites were in charge of slaughtering the Passover victims for all who were unclean, and therefore could not consecrate them to the Lord. The greater part of the people, in fact, chiefly from Ephraim, Manasseh, Issachar, and Zebulun, had not cleansed themselves. Nevertheless, they ate the Passover, contrary to the prescription,
For Hezekiah prayed for them, saying, May the Lord, who is good, grant pardon to everyone who has resolved to seek God, the Lord, the God of his fathers, though he be not clean as holiness requires. The Lord heard Hezekiah and spared the people. Thus the Israelites who were in Jerusalem celebrated the feast of unleavened bread with great rejoicing for 7 days. And the Levites and the priests sang the praises of the Lord day after day with all their strength. Hezekiah spoke encouragingly to all the Levites who had shown themselves well skilled in the service of the Lord. And when they had completed the 7 days of festival, slaying peace offerings and singing praise to the Lord, the God of their fathers, the whole assembly agreed to celebrate another 7 days. With joy, therefore, they continued the festivity 7 days longer. King Hezekiah of Judah had contributed 1,000 bulls and 7,000 sheep to the assembly, and the princes had contributed to the assembly 1,000 bulls and 10,000 sheep. The priests sanctified themselves in great numbers, and the whole assembly of Judah rejoiced, together with the priests and Levites and the rest of the assembly that had come from Israel, as well as the sojourners from the land of Israel and those that lived in Judah. There was great rejoicing in Jerusalem, for since the days of Solomon son of David king of Israel there had not been the like in the city. Then the Levitical priests rose and blessed the people. Their voice was heard, and their prayer reached heaven, God's holy dwelling.